ന്യൂസിലൻഡ് ഓസ്കിക്കകത്ത് സ്റ്റേഷൻ സർക്യൂട്ട് എങ്ങനെ ഇരിക്കുന്നു ചോദിച്ച് പല കുട്ടികളും ക്വസ്റ്റ്യനായിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കൊള്ളുക. നിങ്ങൾക്ക് 10 സ്റ്റേഷൻസാണ് വരുന്നത്. 10 സ്റ്റേഷൻ്റെ അകത്ത് പ്രധാനമായിട്ടും ABCD എന്ന് പറഞ്ഞാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഗ്ലാസ് റൂംസാണ്. അതിൻ്റെ അകത്ത് ആക്ടേഴ്സാണ് ഇരിക്കുന്നത്. 2 സ്റ്റേഷൻ്റെ അകത്ത് മാത്രമേ മാനിക്കനുള്ളൂ. അതായത് BLS സ്റ്റേഷൻ്റെ അകത്ത് മാനിക്കൻ, അതുപോലെ തന്നെ ANTTക്കകത്ത് മാനിക്കൻ അല്ലെങ്കിൽ മാനിക്കൻ്റെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ലിംബായിരിക്കും അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ Aയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ തിരിച്ച് Gക്കകത്ത് ഫിനിഷ് ചെയ്യും. അതേസമയം Cയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് Bയിലായിരിക്കും ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റേഷൻ്റെ പുറത്ത് ഒരു ചെയറുണ്ട്. ചെയറിൻ്റെ അകത്ത് പുറത്തൊരു ചെറിയൊരു സ്ക്രീനുണ്ട്. സ്ക്രീൻ എന്ന് വെച്ചാൽ ടാബ്ലറ്റ് പോലിരിക്കുന്ന ഒരു സ്ക്രീൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ID ബാൻഡിനകത്ത് ഒരു ബാർകോഡുണ്ട്. വെച്ച് സ്വൈപ്പ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഒന്നാമത്തെ ബെല്ലടിക്കുമ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് റീഡ് ഔട്ട് ചെയ്യുക. ഒരു കുഞ്ഞ് സ്പൈറൽ ബുക്ക് നിങ്ങൾക്ക് തരും. ആ ബുക്കിൻ്റെ അകത്ത് നോട്ട് നമുക്ക് എഴുതാം. പേഷ്യൻ്റെ പേര് എഴുതി വയ്ക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം പേഷ്യൻ്റെ പേര് വെച്ച് അഡ്രസ്സ് ചെയ്യണം. പേര് വെച്ച് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അത് ഡിഗ്നിറ്റി വയലേഷനായിട്ട് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് പേര് വെച്ച് അഡ്രസ്സ് ചെയ്യുക. പേര് വെച്ച് അഡ്രസ്സ് ചെയ്തതിന് ശേഷം പേഷ്യൻ്റെ അടുത്തേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് പ്രധാനപ്പെട്ട പോയിൻറ്റ്സൊക്കെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്തിട്ട് പേഷ്യൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തിട്ട് പേഷ്യൻ്റെ അടുത്ത് പ്രൊസീജിയർ ഫിനിഷ് ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് വോളണ്ടിയേഴ്സ് ഉണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ എക്സാമിനർ ഒരു ടേബിളിൽ ഒരു ലാപ്ടോപ്പ് വെച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നിങ്ങളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യത്തില്ല. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുമില്ല. പൊതുവേ ഒരു എപ്പത്തറ്റിക്കൽ, അതായത് ഒരു ഇമോഷനും ഇല്ലാത്ത രീതിയിലിരിക്കുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയക്കകത്ത് ഇതുപോലെ തന്നെയാണ്. ഒരു ഇമോഷൻ ഇല്ലാത്ത രീതിയിൽ അവരിക്കുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ന്യൂസിലൻഡും കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അപ്രോച്ച് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രൊസീജിയർ ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോൾ അത് വോളണ്ടിയേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. വോളണ്ടിയേഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡെലിഗേറ്റ് ചെയ്യുകയോ ചെയ്യും. കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ വോളണ്ടിയേഴ്സ് നിങ്ങൾ അടുത്ത റൂമിലിട്ട് കൊണ്ട് നിർത്തും. ഈ രീതിയിലാണ് ഓസ്കി സർക്യൂട്ട് നമ്മുടെ ന്യൂസിലൻഡ് ഓസ്കി അത് വർക്ക് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ ഒരു കോമൺ റൂമിലോട്ട് കൊണ്ടുപോയി നിങ്ങളെ ബ്രീഫ് ചെയ്യും. ഇങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. താങ്ക് യു.